ഇന്ന് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് കപ്പാർട്ടിനെ പറ്റിയിട്ടാണ്. കപ്പാർട്ടിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് പീപ്പിൾസ് ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി എന്നുള്ളതാണ് കപ്പാർട്ടിൻ്റെ പൂർണ്ണരൂപം. ഒരിക്കൽ കൂടി പറയാം, കപ്പാർട്ടിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി എന്നുള്ളതാണ് കപ്പാർട്ടിൻ്റെ പൂർണ്ണരൂപം. ഇനി കപ്പാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് അപ്രോപ്രിയേറ്റ് ടെക്നോളജികൾ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ അപ്രോപ്രിയേറ്റ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കപ്പാർട്ടിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ കപ്പാർട്ടിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമീണ മേഖലയിലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കപ്പാർട്ടിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഈ ഒരു കപ്പാർട്ട് എന്ന് പറഞ്ഞ ഏജൻസിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കപ്പാർട്ട് എന്ന് പറഞ്ഞ ഏജൻസിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കപ്പാർട്ട് എന്ന് പറഞ്ഞ ഏജൻസിയുടെ അല്ലെങ്കിൽ ഈ ഒരു കപ്പാർട്ടിൻ്റെ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതു മന്ത്രിയാണോ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ മന്ത്രിയാണ് ഈ ഒരു കപ്പാർട്ടിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കപ്പാർട്ട് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. കപ്പാർട്ടിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തലവൻ അല്ലെങ്കിൽ ചെയർമാനും ഈ ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു കപ്പാർട്ടിൻ്റെ ജനറൽ അസംബ്ലിയുടെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കപ്പാർട്ടിൻ്റെ ജനറൽ ബോഡിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, കപ്പാർട്ടിൻ്റെ ജനറൽ ബോഡിയിൽ 100 പേരിൽ കൂടുവാൻ പാടുള്ളതല്ല. ഇനി കപ്പാർട്ടിൻ്റെ ജനറൽ ബോഡിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല വോളണ്ടറി ഏജൻസിയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആൾക്കാർ, അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഈ ഒരു ജനറൽ ബോഡിക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു കപ്പാർട്ടിനൊരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും കപ്പാർട്ടിൻ്റെ പ്രസിഡൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പ്രസിഡൻറ്റിന് ജനറൽ ബോഡിയിൽ നിന്ന് 25 അംഗങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കുറേയധികം പവേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു കപ്പാർട്ടുമായി ബന്ധപ്പെട്ട് ഫിനാൻസ്, പേഴ്സണൽ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് തുടങ്ങിയതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. അതായത് ഈ ഒരു കപ്പാർട്ടുമായി ബന്ധപ്പെട്ട ഫിനാൻസ്, പേഴ്സണൽ വിഷയങ്ങൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി ഈ ഒരു കപ്പാർട്ടിനകത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അതായത് ഫിനാൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള വിഷയത്തിനെ പറ്റി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ഒരു കപ്പാർട്ടിനകത്തുണ്ട്. ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡയറക്ടർ ജനറലാണ്. ഇനി ഈ ഒരു ഡയറക്ടർ ജനറലിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു കൗൺസിലിൻ്റെ, അതായത് ഈ ഒരു കപ്പാർട്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് ഈ ഒരു ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കപ്പാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കപ്പാർട്ടിൻ്റെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ളത് ഈ ഒരു ഡയറക്ടർ ജനറലിനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ടർ ജനറലിനെ സഹായിക്കുന്നതിന് വേണ്ടി 2 ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരുണ്ട്. അതുപോലെ തന്നെ ഒരു ചീഫ് വിജിലൻസ് ഓഫീസറും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഹെഡ് ക്വാർട്ടേഴ്സിലും ഓരോരോ ഡിവിഷനിലും തലവന്മാരുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഓരോ റീജിയണൽ ലെവലിലും ഓരോ മെമ്പർ കൺവീനർമാരുണ്ട്.
ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി ഫണ്ടുകൾ സാങ്ഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ 1995 കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഈ ഒരു കപ്പാർട്ടിൻ്റെ ഹെഡ് ഓഫീസ് ലെവലിൽ നിന്നാണ് ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ സാങ്ഷൻ ചെയ്ത് കൊടുത്തിരുന്നത്. എന്നാൽ 1995 കാലഘട്ടത്തിന് ശേഷം ഈ ഒരു കപ്പാർട്ടിന് 6 റീജിയണൽ ഓഫീസുകൾ ഉണ്ടാകുന്നു. കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ വീണ്ടും റീജിയണൽ ഓഫീസുകളുടെ എണ്ണം കൂടി 9 റീജിയണൽ ഓഫീസുകൾ കപ്പാർട്ടിനുണ്ടാകുന്നു. ഇങ്ങനെ ഈ ഒരു കപ്പാർട്ടിൻ്റെ റീജിയണൽ ഓഫീസുകൾ ഇങ്ങനെ കൂടുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ റീജിയണൽ ഓഫീസ് കൂടുന്തോറും ഗ്രാസ് റൂട്ടിലുള്ള സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിലുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസുകൾക്ക് കപ്പാർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് വളരെ എഫക്റ്റീവായിട്ട് അത്തരത്തിലുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസുകളെ, അത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളെ ഈ ഒരു കപ്പാർട്ടിന് മോണിറ്റർ ചെയ്യുവാനും സാധിക്കും. അതാണ് ഈ ഒരു റീജിയണൽ സെൻറ്ററുകൾ വ്യാപിച്ചാലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വർഷം 2000 ആയപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ റീജിയണൽ ഓഫീസുകൾക്കും 20 ലക്ഷം രൂപ വരെ സാങ്ഷൻ ചെയ്യാൻ അധികാരം ഉണ്ട് എന്ന് നമ്മുടെ ഈ ഒരു കപ്പാർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്നു. ഇനി ഈ ഒരു കപ്പാർട്ടിലുള്ള മറ്റൊരു സംവിധാനമാണ് നാഷണൽ കമ്മിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. കപ്പാർട്ടിലുള്ള മറ്റൊരു സംവിധാനമാണ് നാഷണൽ കമ്മിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ നാഷണൽ കമ്മിറ്റി സിസ്റ്റത്തിനെ നമ്മൾ ഷോർട്ടായിട്ട് NSC എന്ന് വിളിക്കാറുണ്ട്. ഇത് ഹെഡ് ഓഫീസ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ ഒരു നാഷണൽ കമ്മിറ്റി സിസ്റ്റത്തിന് 1 കോടി രൂപ വരെ സാങ്ഷൻ ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള പണം സാങ്ഷൻ ചെയ്യാൻ അധികാരം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്ക് മാത്രമേ ഉള്ളൂ എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ 20 ലക്ഷം രൂപ വരെയുള്ള പണം അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകൾ സാങ്ഷൻ ചെയ്യാൻ നമ്മുടെ റീജിയണൽ ഓഫീസുകൾക്ക് അധികാരമുണ്ട്. ഇനി 1 കോടി രൂപ വരെയുള്ള പ്രോജക്റ്റുകൾ സാങ്ഷൻ ചെയ്യാൻ നമ്മുടെ നാഷണൽ കമ്മിറ്റി സിസ്റ്റത്തിന് അധികാരമുണ്ട്. ഇനി 1 കോടിക്ക് മുകളിലുള്ള പണം സാങ്ഷൻ ചെയ്യാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ് അധികാരമുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു NSCയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് നാഷണൽ കമ്മിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഒരു നാഷണൽ കമ്മിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് പല സബ്ജക്റ്റുകളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വരുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചാണ് ഈ ഒരു NSC വരുന്നത്. ഏകദേശം ആദ്യ കാലഘട്ടത്തിൽ കപ്പാർട്ടിന് ഏകദേശം 9 NSCകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 9 നാഷണൽ കമ്മിറ്റി സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഓരോ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വരുന്നത്. അതായത് മാർക്കറ്റിംഗ്, മീഡിയ, വാട്ടർഷീഡ് കൺസർവേഷൻ, ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഓപ്പറേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റൈസേഷൻ, ഇൻകം ജനറേഷൻ, കോണ്ടാക്റ്റ് ഓഫ് വോളണ്ടറി ഓർഗനൈസേഷൻ തുടങ്ങിയ രീതിയിലുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 നാഷണൽ കമ്മിറ്റി സിസ്റ്റങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ കപ്പാർട്ടിന് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു IRDP പദ്ധതി മറ്റു കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു 9 NSCകളെ കുറച്ചിട്ട് 4 NSCകളായിട്ട് മാറ്റുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ പിന്നീട് 4 NSCകളെ അല്ലെങ്കിൽ 4 നാഷണൽ കമ്മിറ്റി സിസ്റ്റങ്ങളെ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നീടുള്ള ആ ഒരു കാലഘട്ടത്തിൽ കപ്പാർട്ട് പ്രധാനമായിട്ടും 3 സ്കീമുകളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. കപ്പാർട്ട് പ്രധാനമായിട്ടും 3 സ്കീമുകളാണ് പിന്നീട് അങ്ങോട്ട് കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്നത്. ഒന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്കീം. പ്രൊമോഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സ്കീം. എന്നാൽ ഷോർട്ടായിട്ട് നമ്മൾ PC എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് ഓർഗനൈസേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എന്നുള്ള സ്കീം. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് OB എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് റൂറൽ ടെക്നോളജി എന്നുള്ള സ്കീം. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് ആർട്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 സ്കീമുകളെയാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്നത്.
അപ്പോൾ 1999 കാലഘട്ടത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ PC, OB, ആർട്സ് ഈ 3 മേഖലകളിൽ കൂടുതലായിട്ട് ഈ ഒരു കപ്പാട് കൂടുതലായിട്ട് ധനസഹായം നൽകുകയാണ്. അതുപോലെ തന്നെ 1999 കാലഘട്ടത്തിന് ശേഷം ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, അതായത് ദുരന്ത നിവാരണം, അതുപോലെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട റീഹാബിറ്റലൈസേഷൻ, അതായത് പുനരധിവസിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് റീഹാബിറ്റലൈസേഷൻ, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കപ്പാർട്ട് കൂടുതലായിട്ട് ഫണ്ടുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടുകൾക്കെല്ലാം ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടി റീജിയണൽ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നോൺ ഒഫീഷ്യൽസ് തലവന്മാരായിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ റീജിയണൽ കമ്മിറ്റി, അതുപോലെ തന്നെ പല വോളണ്ടറി സെക്ടർമാരുടെയൊക്കെ സഹകരണത്തോടു കൂടിയൊക്കെയാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ സാങ്ഷൻ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇത്തരത്തിൽ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ട്രാൻസ്പെറൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടി റീജിയണൽ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പലതരത്തിലുള്ള വോളണ്ടറി സെക്ടറുകൾ തുടങ്ങിയവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ സാങ്ഷൻ ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ വോളണ്ടറി ഓർഗനൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, ചില സന്നദ്ധ സംഘടനകൾ ഈ ഒരു ടേംസ് ഓഫ് സാങ്ഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോയപ്പോൾ ഈ ഒരു കപ്പാർട്ട് കുറേയധികം റെസ്ട്രിക്ഷൻസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം റെസ്ട്രിക്ഷൻസുകൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ചില സന്നദ്ധ സംഘടനകൾക്ക് വളരെ പക്കയായിട്ട് പോയതുകൊണ്ട് ഈ അത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഈ ഒരു കപ്പാർട്ടിൽ നിന്ന് എപ്പോഴും ഒരു സ്ഥിരമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടി. ചില സന്നദ്ധ സംഘടനകൾക്ക് സ്ഥിരമായിട്ട് കപ്പാർട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. അങ്ങനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് കിട്ടിയ 2-3 പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകളാണ്. ഒന്ന് എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്ര, അതൊരു സന്നദ്ധ സംഘടനയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മിത്രനികേതൻ എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടന, അതുപോലെ തന്നെ ചെന്നൈയിലെ MS സ്വാമിനാഥൻ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടന. അപ്പോൾ ഈ ഒരു 3-4 കുറേയധികം സന്നദ്ധ സംഘടനകൾക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഒരു കപ്പാടിൽ നിന്ന് സപ്പോർട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു തുടക്ക കാലഘട്ടത്തിൽ കപ്പാടിന് ഏകദേശം 10 TRCകൾ ഉണ്ടായിരുന്നു. തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ കപ്പാർട്ടിന് 10 പ്രധാനപ്പെട്ട TRCകൾ ഉണ്ടായിരുന്നു. TRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി റിസോഴ്സ് സെൻറ്റർ എന്നുള്ളതാണ്. അതായത് ലാബൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ടെക്നോളജിക്കൽ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സന്നദ്ധ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻസുകൾക്ക് അപ്രോപ്രിയേറ്റ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ടെക്നോളജിക്കൽ റിസർച്ച് സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ 10 പ്രധാനപ്പെട്ട TRCകളെ നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 300-ൽ പരം TRCകൾ നമ്മുടെ രാജ്യത്ത് വരുന്നു. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ TRCകൾ ഉണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ഓഫ് കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത്. കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഓരോ സ്കീമുകൾക്കും ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ കപ്പാർട്ട് നൽകാറുണ്ട്. അപ്പോൾ ഓരോ സ്കീമുകൾക്കും ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ കപ്പാർട്ട് നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 2-3 പ്രധാനപ്പെട്ട സ്കീമുകളെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഒന്നാമത് പറയുന്ന സ്കീമാണ് പ്രൊമോഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കീം. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സ്കീമാണ് പ്രൊമോഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കീം. ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സന്നദ്ധ സംഘടനകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കപ്പാർട്ട് മോട്ടിവേഷൻ നൽകാറുണ്ട്. എങ്ങനെ മോട്ടിവേഷൻ നൽകാറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അസിസ്റ്റൻസ്, മറ്റ് കാര്യങ്ങൾ കപ്പാർട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ സ്കീമിനകത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസ്, വില്ലേജ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വരൾച്ച ഉള്ള പ്രദേശങ്ങൾ,
വരൾച്ചയുള്ള പ്രദേശങ്ങളെ നേരെയാക്കൽ തുടങ്ങിയ കുറേ അധികം ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ കപ്പാർട്ട് സപ്പോർട്ട് നൽകുന്നത് എന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 1988 മുതൽ 1989 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പാർട്ട് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ 50 പ്രോജക്റ്റുകൾ ഏറ്റെടുത്തു. അപ്പോൾ അതിന് കപ്പാർട്ട് സാക്ഷനാക്കിയ തുക എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 519 ലക്ഷം രൂപയാണ് ഈ ഒരു 50 പ്രോജക്റ്റുകൾക്ക് വേണ്ടി കപ്പാർട്ട് സാങ്ഷൻ ചെയ്ത് കൊടുത്തത് എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി രണ്ടാമത്തെ സ്കീം. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തെ സ്കീമാണ് ഓർഗനൈസേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ സ്കീം. ഓർഗനൈസേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്, അതായത് പ്രധാനമായിട്ടും അവയർനെസ് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകൾക്ക് കപ്പാർട്ട് അസിസ്റ്റൻസ് നൽകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഓർഗനൈസേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ സ്കീം. ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആക്ടിവിറ്റി ട്രെയിനിങ് ഓഫ് സോഷ്യൽ അനിമേറ്റർ. അതായത് ഓരോ പദ്ധതികൾക്കും ഓരോ ടാർഗറ്റ് ഗ്രൂപ്പുകൾ കാണും. അപ്പോൾ അത്തരത്തിലുള്ള ടാർഗറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഈ പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അതുപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ഓർഗനൈസിങ് ഓഫ് അവയർനെസ് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് റൂറൽ ഓർഗനൈസേഴ്സ്, അതായത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബെനിഫിഷ്യറീസ് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ബെനിഫിഷ്യറീസിൽ നിന്ന് കുറേ അധികം ആൾക്കാരെ തിരഞ്ഞെടുക്കും. എന്നതിന് ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ബെനിഫിഷ്യറീസ് മറ്റുള്ള ബെനിഫിഷ്യറീസിനെ ഓർഗനൈസ് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ ഓഫ് റൂറൽ ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസുകളാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത് നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ സ്കീമിനകത്ത് ഉള്ളത്. ഇനി കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലേതൊക്കെ ആക്ടിവിറ്റീസാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറിയിങ്, അതുപോലെ തന്നെ തയ്യൽ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങിയ ആക്ടിവിറ്റീസുകളാണ് ഈ ഒരു DWCR അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസുകൾ. അടുത്ത് അഞ്ചാമത് നമ്മുടെ ഈ ഒരു കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്കീമാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് വെച്ച് നൽകുക, വാട്ടർ ഹാർവെസ്റ്റിംഗ്, സോഷ്യൽ ഫോറസ്ട്രി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP ഈ ഒരു പദ്ധതിക്കകത്ത് ഉൾപ്പെടുന്ന കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങൾ. ഇനി ആറാമത്തതായിട്ട് കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്കീമാണ് സെൻട്രൽ റൂറൽ സാനിറ്റൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്, CRSP എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 260 പ്രോജക്റ്റുകൾ ഈ ഒരു കപ്പാർട്ട് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ഈ ഒരു സെൻട്രൽ റൂറൽ സാനിറ്റൈസേഷൻ പ്രോഗ്രാമിനകത്ത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കപ്പാർട്ടിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് വാട്ടർ ഷീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വാട്ടർ ഷീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ വില്ലേജ് ലെവലിലുള്ള ബെനിഫിഷ്യറീസിൻ്റെ സഹായത്തോടു കൂടിയും അത്തരത്തിൽ വരൾച്ച നേരിടുന്ന പ്രദേശത്തിൽ വാട്ടർ ഷീൽഡ് മാനേജ്മെൻറ്റ് നടത്തുന്നതാണ് ഈ ഒരു വാട്ടർ ഷീൽഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വെറുതെ അല്ല വാട്ടർ ഷീൽഡ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. ചില വാട്ടർ ഷീൽഡ് പ്രിൻസിപ്പിൾസുകൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു മേഖലയിൽ വാട്ടർ ഷീൽഡ് മാനേജ്മെൻറ്റ് കപ്പാർട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ചില വാട്ടർ ഷീൽഡ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ ഷീൽഡ് മാനേജ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകൾക്ക് ട്രെയിനിങ് നൽകാറുണ്ട്. അപ്പോൾ ആരാണ് സന്നദ്ധ സംഘടനകൾക്ക് ട്രെയിനിങ് നൽകാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SVOകളാണ്. SVOകൾ അതായത് സപ്പോർട്ട് വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ട്രെയിനിങ് നൽകുന്നത്. അപ്പോൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ
കപ്പാർട്ട് 222 സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ ട്രെയിനിങ് കൊടുത്തതിന് വേണ്ടി കപ്പാർട്ട് സാങ്ഷനാക്കിയ തുക എന്ന് പറയുന്നത് 6.38 കോടി രൂപയാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി കപ്പാർട്ടിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇൻ്റർനാഷണൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. കപ്പാർട്ടിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇൻ്റർനാഷണൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. കപ്പാർട്ടിന് 2 സോഴ്സുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ഫണ്ടുകൾ കിട്ടാറുള്ളത്. ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഡാണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് കപ്പാർട്ടിന് ഫണ്ടുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ UNDP, അതായത് യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ നിന്ന് നമ്മുടെ കപ്പാർട്ടിന് ഫണ്ടുകൾ കിട്ടാറുണ്ട്. ഡാണ്ടയുടെ കാര്യം പറയുമ്പോൾ ഡാണ്ട കൂടുതലായിട്ടും അംബർല ഫണ്ടുകളാണ് അനുവദിക്കുന്നത്. അതായത് അഗ്രികൾച്ചർ, അഗ്രോ ഫോറസ്ട്രി, വാട്ടർ ഷീൽഡ്, ലൈവ് സ്റ്റോക്ക്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ NGOമാരുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡാണ്ട എന്ന് പറയുന്ന സംഘടന കപ്പാർട്ടിന് ഫണ്ടുകൾ അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, കർണാടക, ഒറീസ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ ഒരു ദാണ്ടയുടെ സഹായത്തോടു കൂടി കപ്പാർട്ട് പലതരത്തിലുള്ള ഈ ഒരു പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയെന്ന് ഓർത്തിരിക്കാം. ഇനി ഈ ഒരു ദാണ്ട അനുവദിക്കുന്ന ഗ്രാൻഡ് എന്ന് പറയുന്നത് 50 മില്യൺ ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ UNDPയുടെ കാര്യം പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും UNDPയും കൂടെ ചേർന്ന് അവതരിപ്പിച്ച ഒരു സബ് പ്രോഗ്രാമാണ് എനർജി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 1999 കാലഘട്ടത്തിൽ അവതരിപ്പിച്ച എനർജി ഇനിഷ്യേറ്റീവ്. ഈ ഒരു എനർജി ഇനിഷ്യേറ്റീവിൻ്റെ എക്സിക്യൂട്ടീവ് ഏജൻസി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് നോൺ കൺവെൻഷണൽ എനർജിയാണ് ഈ ഒരു എനർജി ഇനിഷ്യേറ്റീവിൻ്റെ എക്സിക്യൂട്ടീവ് ഏജൻസി എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കപ്പാർട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ഇനി കപ്പാർട്ട് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി ഫോർ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നറിയപ്പെടുന്ന സ്ഥാപനമായ SRIയുടെയും അതുപോലെ തന്നെ റാഞ്ചി ആൻഡ് സോഷ്യൽ വർക്ക് റിസർച്ച് സെൻറ്ററിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു കപ്പാർട്ട് ഈ ഒരു പ്രോഗ്രാം, അതായത് UNDPയുടെ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി കപ്പാർട്ടിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ്സ് ഇൻ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്നുള്ളതാണ് കപ്പാർട്ടിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം. അതായത് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ വോളണ്ടറി ഓർഗനൈസേഷൻസിൻ്റെ സഹായത്തോടു കൂടി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് റീഹാപ്പിറ്റലൈസേഷൻ, അതായത് പുനരധിവസിക്കൽ, അതുപോലെ തന്നെ അവർക്ക് വീട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ അത്തരത്തിൽ ദുരന്തമുണ്ടായ ഏരിയയിലുള്ള ആൾക്കാർക്ക് ജീവിതമാർഗം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവർക്ക് ജീവിതമാർഗം ഉറപ്പാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതുവഴി കപ്പാർട്ട് ചെയ്യുന്നത്. കപ്പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കപ്പാർട്ട് ഈ തരത്തിൽ റീഹാബിറ്റലൈസേഷനും റീകൺസ്ട്രക്ഷനും സ്റ്റോറേജ് ഓഫ് ലൈവ്ഹുഡൊക്കെ നടത്തുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും വളരെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കപ്പാർട്ടിന് സഹായങ്ങൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ഉത്തരാഖണ്ഡ് ഭൂമികുലുക്കം, അതായത് 1999 നടന്ന ഉത്തരാഖണ്ഡ് ഭൂമികുലുക്കം, അതുപോലെ തന്നെ ഒറീസയിൽ 1999 കാലഘട്ടത്തിൽ നടന്ന സൈക്ലോൺ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന വരൾച്ച. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ പ്രത്യാഘാതം കുറയ്ക്കുവാൻ കപ്പാർട്ടിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് എർത്തുക്വേക്ക്, ഒറീസ സൈക്ലോണ്, നേരത്തെ നമ്മൾ പറഞ്ഞ രാജസ്ഥാൻ ട്രഫ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കപ്പാർട്ട് നല്ലൊരു രീതിയിൽ ഒരു ഡിസാസ്റ്റർ മിറ്റിഗേഷനായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഈ ഒരു കപ്പാർട്ടിൻ്റെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു കപ്പാർട്ടിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. കപ്പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട നാലാമത്തെ പ്രോഗ്രാമാണ്
മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് അതായത് റിമോട്ട് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ റിമോട്ട് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർ കുറേയധികം പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു കപ്പാർട്ട് ഗ്രാമശ്രീ മേളകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ റിമോട്ട് ഏരിയാസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഔട്ട്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറും ഉണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്കും ഈ ഒരു കപ്പാർട്ട് നൽകാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി എക്സിബിഷൻസുകൾ നമ്മുടെ കപ്പാർട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫെയർ വരെ നമ്മുടെ ഈ ഒരു കപ്പാർട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കണം. ഇനി കപ്പാർട്ടിൻ്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ന്യൂ പി സി സ്കീം എന്ന് പറയുന്നത്. അതായത് നാഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് സോഷ്യൽ ഫോറസ്ട്രി ഈ ഒരു പി സി സ്കീമുമായിട്ട് കുറേയധികം ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. അത് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു പി സി സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരൾച്ച നേരിടുന്ന പ്രദേശത്ത്, അതായത് ടഫായിട്ടുള്ള പ്രദേശങ്ങളിൽ ടഫ് പ്രൂഫിംഗ് ഉറപ്പാക്കുക, അതുപോലെ തന്നെ ആ പ്രദേശത്തിലുള്ള ആൾക്കാരുടെ തൊഴിൽ ഉറപ്പാക്കുക, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൽ ജനങ്ങളുടെ സഹായത്തോടു കൂടി ആ ഒരു അതായത് വരൾച്ചയെ മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പി സി സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു കപ്പാർട്ടിൻ്റെ ആറാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് അവയർനെസ് ജനറേഷൻ പ്രോഗ്രാംസ് ആണ്. അതായത് കപ്പാർട്ട് പലതരത്തിലുള്ള അവയർനെസ് ജനറേഷൻ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് കപ്പാർട്ടിൻ്റെ ആറാമത്തെ പ്രധാനപ്പെട്ട മേജർ പ്രോഗ്രാം.